ഉരുൾബാധിത പ്രദേശങ്ങളിൽ വിശദ പരിശോധന നടത്തിയ ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയും സംഘവും എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇപ്രകാരമാണ്. ഉരുൾപൊട്ടലിന്റെ തലേന്നുള്ള 2 ദിവസം ഈ പ്രദേശത്ത് 570 മില്ലിമീറ്റർ മഴയുണ്ടായി. കനത്ത മഴയിൽ വനത്തിൽ വെള്ളരിമലയുടെ ഒരു ഭാഗം അടർന്ന് താഴെ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചു. അവിടെ അടിഞ്ഞ മണ്ണും പാറക്കൂട്ടവും ചെളിവെള്ളവും താൽക്കാലിക തടയണ പോലെ രൂപപ്പെട്ടു. മഴ തുടർന്നതോടെ ഈ തടയണ പൊട്ടി അവശിഷ്ടങ്ങൾ അപ്പാടെ താഴേക്ക് പതിച്ചതാണ് ഇത്ര വലിയ ദുരന്തത്തിന് കാരണമായത്. പൊട്ടുമ്പോൾ ഇതിന് ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകിയാണ് ഇരുവശത്തുമുള്ള മെറ്റീരിയൽ മണ്ണും കല്ലും പോയി കൂട്ടത്തിൽ വീടുകൾ. പുഞ്ചിരിമട്ടത്ത് പുഴയോരത്ത് തകർന്നിട്ടില്ലാത്ത വീടുകളിൽ ഇനി താമസം സുരക്ഷിതമല്ല. എന്നാൽ ചൂരൽമല ഭാഗത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആളുകൾക്ക് താമസിക്കാം. അല്ല, ഇത്രയും വലിയ മഴ ഉണ്ടായി എന്തുകൊണ്ട് വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തില്ല? പറയൂ.